ഭൂമി വിൽപ്പന വിവാദത്തിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം തുടങ്ങി. പരാതിക്കാരനിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിച്ചു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും DGP വാക്കുപാലിച്ചില്ലെന്നും പരാതിക്കാരനായ ഉമർ ഷെരീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണമാണ് ഉയർന്നത്. തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരനിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കരാറുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ശേഖരിച്ചു. ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം DGPക്കെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരൻ ഉമർ ഷെരീഫ് രംഗത്തെത്തി. DGP വാക്ക് പാലിച്ചില്ല, കൂടുതൽ പണം ആവശ്യപ്പെട്ടതാണ് സംശയത്തിനിടയാക്കിയത്. വസ്തുവിന്മേൽ ബാധ്യതയുള്ള കാര്യം അദ്ദേഹം മറച്ചുവെച്ചുവെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ ജൂൺ 22-ന് 15 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ ഒറിജിനൽ ആധാരം കാണുമെന്ന് പറഞ്ഞു. ഒറിജിനൽ ആധാരം ചോദിച്ചപ്പോൾ പുള്ളി കാണിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ പണം ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ഉള്ള ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് 26 ലക്ഷം രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി ബാങ്കിൽ പ്ലഡ് ചെയ്തിരിക്കുകയാണ്. തന്റെ പണം തിരികെ നൽകിയാൽ കേസ് പിൻവലിക്കുമെന്നാണ് ഉമർ ഷെരീഫ് പറയുന്നത്. മറ്റു പരാതികൾ ഒന്നുമില്ലെന്നും ഉമർ ഷെരീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭൂമി വിൽപ്പന വിവാദമായതോടുകൂടി പണം തിരികെ നൽകി വിഷയം അവസാനിപ്പിക്കാനാണ് DGPയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഇതിനുള്ള നടപടി ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.